അറഫ നോമ്പ്, അതിന്റെ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സന അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അറഫ നോമ്പിലൂടെ അല്ലാഹു തആല പുറത്തു നൽകും. വളരെ പുണ്യമുള്ള നോമ്പാണ് അറഫ ദിവസം നോൽക്കുന്ന നോമ്പ്, യൗമു അറഫയിലെ നോമ്പ്. ഒരു വർഷം കടിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാൻ മാത്രം കാരണമാകുന്ന നോമ്പാണ് അറഫ നോമ്പ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വസ്വാസുകൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഒരാൾ അറഫ നോമ്പ് നിർവഹിക്കേണ്ടത്? ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണോ, അതല്ല ദുൽഹിജ്ജ 9 അറഫ നോമ്പ് നോൽക്കേണ്ടത്? ഇപ്പോൾ തന്നെ പല രൂപത്തിലുള്ള മെസ്സേജുകളും വന്നു തുടങ്ങി. ദുൽഹിജ്ജ 8 കേരളത്തിൽ അറഫ നോമ്പ്, ഹാജിമാരെ അവിടെ നിൽക്കുന്ന ദിവസമാണ് അറഫ, അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ എന്താണ് അറഫ? എപ്പോഴാണ് അറഫ നോമ്പ് ഒരാൾ നോൽക്കേണ്ടത്? അത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ദുൽഹിജ്ജ 9 നോമ്പാണ് യൗമു അറഫ നോമ്പ്. ദുൽഹിജ്ജ 9 നോമ്പാണ് അറഫ നോമ്പ്. ഹദീസിൽ വന്നത് സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിലെ യൗമു അറഫ ദിവസത്തിലെ നോമ്പ്. യൗമു അറഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 9 പേരാണ്. ദുൽഹിജ്ജ 8 യൗമു തർവിയ എന്ന് പറയും. ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന് പറയും. ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, 11, 12, 13 അയ്യാമുത് തശ്രീഖ്. ഇപ്പൊ ദുൽഹിജ്ജ 9 പേരാണ് യൗമു അറഫ. കോവിഡ് കാലം വന്നു, ഇവിടെ ജുമുഅകളില്ലായിരുന്നു, പള്ളികൾ അടച്ചിട്ടു. പക്ഷെ ആ ദിവസത്തിന്, വെള്ളിയാഴ്ച ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് തന്നെയാണ് പറയാ. ഇനി ഒരു അറഫ സംഗമമില്ലാത്തൊരു ദിവസം വന്നു. അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ആ ദിവസത്തിന്റെ പേര് യൗമു അറഫ എന്ന് തന്നെയാണ്. അപ്പൊ യൗമു അറഫയിലാണ് നോമ്പ് നോൽക്കേണ്ടത്. യൗമു അറഫ എന്നുള്ളത് ദുൽഹിജ്ജ 9 പേരാണ്. അപ്പൊ ചില ആളുകളുടെ ചിന്തകൾ, അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അറഫയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഹാജിമാർക്കുള്ള ഐക്യദാർഢ്യമല്ലേ? അറഫയിൽ അവിടെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അറഫ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ നോമ്പ് നോൽക്കുക? അതുപോലെ തന്നെ അറഫ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരിട്ട് നമുക്ക് മൊബൈലിൽ നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുന്ന ഈ കാലത്ത് എന്തിനാണ് അറഫ കഴിഞ്ഞതിന് ശേഷം നോമ്പ് നോൽക്കുന്നത് എന്നൊക്കെയാണ് പല ചോദ്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിലുള്ള ഹാജിമാർക്കുള്ള ഐക്യദാർഢ്യമാണ് അറഫ നോമ്പ്, യൗമു അറഫയിലെ നോമ്പ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഹിക്മത്ത് ആ നോമ്പിനെ പറ്റിയിട്ട് റസൂലുള്ളാഹിയോ സ്വഹാബാക്കളോ മുൻകഴിഞ്ഞ ഇമാമിങ്ങളോ ഇതൊരു ഐക്യദാർഢ്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് എവിടെ കിട്ടിയതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഹിക്മത്ത് അതിന്റെ പിന്നിലില്ല. ഒരു ഇബാദത്തും ഒരു ഐക്യദാർഢ്യമായിക്കൊണ്ട് ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ചില കൂട്ടർക്കുള്ള ഐക്യദാർഢ്യമായിക്കൊണ്ട് ഏതെങ്കിലും ഇബാദത്തുകൾ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. ഹാജിമാർക്കുള്ള ഐക്യദാർഢ്യമായിക്കൊണ്ടല്ല അറഫ നോമ്പ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അറഫയിൽ നിൽക്കുമ്പോഴാണ് നോമ്പ് നിർവഹിക്കേണ്ടത് എങ്കിൽ, അങ്ങനെ ആ ഒരു സമയത്താണ് യൗമു അറഫയിലെ നോമ്പ് നിർവഹിക്കേണ്ടത് എങ്കിൽ, അറഫയിൽ 6:30 രാവിലെയാകുന്ന സമയത്ത് അമേരിക്കയിലെ പല പ്രദേശങ്ങളിലും രാത്രി 11 മണിയാണ്. നമ്മുടെ നാട്ടിലെ ഇവിടെ വെച്ചുകൊണ്ടാണല്ലോ ചിന്തിക്കുന്നത്. ഇത് എല്ലാ രാജ്യക്കാർക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള നിയമമാണ്. അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ രാത്രി 11 മണിയാണ്. ന്യൂസിലാൻഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ വൈകുന്നേരം 3 മണിയാണ്. അവർക്കൊരിക്കലും അറഫ സംഗമത്തിന്റെ സമയത്ത് നോമ്പ് നോൽക്കാനേ കഴിയില്ല. അവർ തുടങ്ങുന്നത് തന്നെ വൈകുന്നേരം 3 മണി സമയത്താണ്. അവർ പ്രഭാതത്തിലേക്ക് എത്തുമ്പോൾ, സുബഹിയിലേക്ക് എത്തുന്നതോടുകൂടെ അറഫ അവസാനിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഹിക്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലും 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അറഫ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ നാട്ടിൽ നോമ്പ് തുടങ്ങേണ്ടി വരും. അറഫ ആരംഭിക്കുന്നില്ല, 2.5 മണിക്കൂർ മുന്നെയാണ് നമ്മൾ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ഹിക്മത്ത് വെച്ചുകൊണ്ടാണ്, നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട്, ന്യായം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാറുള്ളത്. ഇനി അറഫ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ദുഹയോടുകൂടെ തുടങ്ങി
ദുൽഹിജ്ജ 10 ഫജ്ർ വരെ നീണ്ടു നിൽക്കുന്ന സമയമാണ്. അത്രയും സമയമുണ്ട്. അങ്ങനെ ഒരു ഹിക്മത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്ത് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോൽക്കേണ്ട നോമ്പായിട്ടല്ല യൗമ അറഫ നോമ്പ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഹിക്മത്ത് പഠിപ്പിച്ചത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ്. നമ്മൾ നമസ്കാരം സൗദിയിലെ സമയമാണോ പരിഗണിക്കാറുള്ളത്? നമസ്കാരങ്ങൾക്ക് സൗദിയിലെ സമയമല്ലല്ലോ നമ്മൾ പരിഗണിക്കാറുള്ളത്. റമളാൻ തുടങ്ങുന്നതിന് പരിഗണിക്കുന്നത് സൗദിയെ പരിഗണിച്ചുകൊണ്ടല്ലോ. നമസ്കാരം പരിഗണിക്കുന്നത് പോലെ റമളാനിനെ പരിഗണിക്കുന്നത് പോലെ തന്നെയാണ് അറഫയെയും നമ്മൾ പരിഗണിക്കേണ്ടത്. ദുൽഹിജ്ജ 9 ഓരോ നാട്ടിലും എപ്പോഴാണോ ദുൽഹിജ്ജ 9 ഉള്ളത് ആ സമയത്താണ് അറഫ നോമ്പ് നിർവഹിക്കേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ചര്യ. റസൂലുള്ളാഹി സ്വഹാബാക്കളും ഹജ്ജിന് പോകുന്ന സമയം അവരുടെ അറഫ അത് ഉറപ്പുവരുത്തിയിട്ടാണോ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ നോമ്പ് നിർവഹിച്ചിരുന്നത്? ഇനി സൗദിയേക്കാൾ മുമ്പ് ഒരു സ്ഥലത്ത് ഹിലാല് കണ്ടു. അറഫ നടക്കുമ്പോൾ അവർക്ക് പെരുന്നാളാണ്. ദുൽഹിജ്ജ 9 സൗദിയിലാകുമ്പോൾ ഒരു ദിവസം മുമ്പ് എവിടെയെങ്കിലും ഹിലാല് കണ്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് പെരുന്നാളാണ്. പെരുന്നാളിന്റെ അന്ന് നോമ്പ് ഹറാമാണ്. ഒരു ദിവസം മുമ്പ് ഏതെങ്കിലും നാട്ടിൽ ഹിലാല് കണ്ടു കഴിഞ്ഞാൽ, സൗദിയിൽ കണ്ടില്ല, മേഘം മൂടി, മറ്റൊരു നാട്ടിൽ കണ്ടു എങ്കിൽ അവർക്ക് ദുൽഹിജ്ജ 10 ആകും, സൗദിയിൽ ദുൽഹിജ്ജ 9 ആയിരിക്കും. പെരുന്നാളിന്റെ അന്ന് അറഫ നോൽക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇന്ന് നമുക്കൊക്കെ മൊബൈലിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ലൈവ് അറഫ കാണാൻ കഴിയുന്നു. പിന്നെ എന്തിനാണ്? ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിലും, വെളിച്ചമില്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ പോലും ഇസ്ലാമിലെ ഇബാദത്തുകൾ എളുപ്പാണ്. ഏത് നാട്ടിലും പ്രായോഗികമായ രൂപത്തിലാണ് ഇസ്ലാമിലെ ഇബാദത്തുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നോമ്പ് തുടങ്ങാനാണ് എങ്കിലും, നോമ്പ് അവസാനിപ്പിക്കാനാണ് എങ്കിലും, പെരുന്നാളാണെങ്കിലും, നമസ്കാരമാണെങ്കിലും. അങ്ങനെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ കൂടുന്നതിനനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ദുൽഹിജ്ജ 9 എന്നാണോ നമ്മുടെ നാട്ടിലുള്ളത്, ഓരോ നാട്ടിലും എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് യൗമ അറഫ.